പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 4th സെമസ്റ്റർ കോർ പേപ്പർ ആയിട്ടുള്ള ആൻഷ്യൻ്റ് മിഡീവൽ പൊളിറ്റിക്കൽ തോട്ടിലെ MCQ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. MCQ ക്വസ്റ്റ്യൻസ് സിമ്പിളായിട്ട് എങ്ങനെ പഠിക്കാമെന്നുള്ളതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും അതോടൊപ്പം തന്നെ MCQ ഓരോ ചോദ്യത്തിൻ്റെയും ആൻസറുകളും എന്തെല്ലാമാണെന്നുള്ളത് നമ്മളിവിടെ പറയുന്നുണ്ട്. ആദ്യത്തെ ചോദ്യം, പൊളിറ്റിക്കൽ തോട്ട് ഒറിജിനേറ്റഡ് ഇൻ ദി യൂറോപ്പ് ഇൻ, അതായത് യൂറോപ്പിൽ ആൻഷ്യൻ്റ് പൊളിറ്റിക്കൽ തോട്ട് ഒറിജിനേറ്റ് ചെയ്ത് ഉത്ഭവിച്ചത് എവിടെ വെച്ചിട്ടാണെന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ വരുന്നത് ഗ്രീസാണ്. ഗ്രീക്ക് പൊളിറ്റിക്കൽ തോട്ടാണ് നമ്മൾ ആദ്യം പഠിച്ചിരുന്നത്. അപ്പോൾ ഗ്രീസിലാണ് ആൻഷ്യൻ്റ് പൊളിറ്റിക്കൽ തോട്ട് ഉത്ഭവിച്ചിട്ടുള്ളത്, ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യം, ഹൂ എമംഗ് ദി ഫോളോവിങ് ഈസ് നോട്ട് എ ഗ്രീക്ക് പൊളിറ്റിക്കൽ തിങ്കർ. താഴെ കൊടുത്തതിൽ ഗ്രീക്ക് പൊളിറ്റിക്കൽ തിങ്കർ അല്ലാത്തത് ആരാണെന്നുള്ളതാണ്. ഓക്കെ, അതിൽ സോക്രട്ടീസ്, പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, മാക്കിയവെല്ലി. അപ്പോൾ നമുക്കറിയാം മാക്കിയവെല്ലി നമുക്ക് പഠിക്കാനില്ലാത്ത ഒരാളാണ് മാക്കിയവെല്ലി. ഓക്കെ, മാക്കിയവെല്ലിയാണ് അതിൻ്റെ ആൻസർ വരുന്നത്, ഡി. മൂന്നാമത്തെ ചോദ്യം, ഗ്രീസ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദി, യൂറോപ്പിൽ എവിടെയാണ് ഗ്രീസ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഗ്രീക്ക് നിലനിൽക്കുന്നത് എവിടെയാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഗ്രീസ് എന്ന് പറഞ്ഞാൽ യൂറോപ്പിൻ്റെ സൗത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, നാലാമത്തെ ചോദ്യം, ബേസിക്കലി ദ പീപ്പിൾ ഓഫ് ഗ്രീസ് ലിവ്ഡ് ഇൻ സിറ്റീസ്, സിറ്റി സ്റ്റേറ്റ്സ് ബോത്ത് എ ആൻഡ് ബി എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആൻസർ വരുന്നത് സിറ്റി സ്റ്റേറ്റ് ആണ്. ഓക്കെ, സി ആണ് ആൻസർ വരുന്നത്, സിറ്റി സ്റ്റേറ്റ്. അഞ്ചാമത്തത്, സിറ്റി സ്റ്റേറ്റ് വാസ്, ഒരു സിറ്റി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു എന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ സിറ്റി സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഇന്നത്തെ പോലെ വലിയ രാജ്യം എന്നുള്ള രീതിയിലല്ല, പകരം ഒരുമിച്ച് ജനങ്ങൾ താമസിക്കുന്ന ഒരിടം എന്നുള്ളതാണ്. എ കമ്മ്യൂണിറ്റി ഓഫ് പീപ്പിൾ ലിവിങ് ടുഗെദർ, അതാണ് സി ആണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ആറാമത്തെ ചോദ്യം, ഏതൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു എന്നുള്ളതാണ്. ഏതൻസ് ഗ്രീസിലുണ്ടായിരുന്ന ഒരു സിറ്റി സ്റ്റേറ്റ് ആയിരുന്നു. ഓക്കെ, ആൻസർ എ ആണ്, സിറ്റി സ്റ്റേറ്റ് ആയിരുന്നു. ഏഴാമത്തെ ചോദ്യം, ദ പീപ്പിൾ ഓഫ് ഗ്രീസ് ഡെവലപ്ഡ് ദെയർ ഫിലോസഫി ബിക്കോസ്, ഈ ഗ്രീസിലെ ആളുകൾ അവരുടെ ഫിലോസഫി അവരെന്ത് ചെയ്തു, ഡെവലപ്പ് ചെയ്തെടുത്തു. അതിൻ്റെ കാരണമായാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ആൻസർ വരുന്നത് ദ ഹാഡ് കാം ആൻഡ് ക്ലിയർ മൈൻഡ്സ് എന്നുള്ളതായിരുന്നു. അവർ കാം ആൻഡ് ക്ലിയർ മൈൻഡുള്ള ആൾക്കാരായിരുന്നു. അതുകൊണ്ടാണ് അവർ ആ ഒരു ഫിലോസഫിക്കലായിട്ടുള്ള ആശയങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുള്ളത്, ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ആൻസർ, ഏഴാമത്തതിൻ്റെ ആൻസർ വരുന്നത് ബി ആണ്. എട്ടാമത്തത്, പ്ലാറ്റോ ലിവ്ഡ് ഡ്യൂറിങ്, പ്ലാറ്റോൻ്റെ കാലഘട്ടമാണ് ചോദിച്ചിട്ടുള്ളത്. എട്ടിൻ്റെ ആൻസർ വരുന്നത് 5th and 4th century BC എന്നുള്ളതാണ്. 5th and 4th century BC, എ ആണ് ആൻസർ വരുന്നത് എട്ടാമത്തെ ചോദ്യത്തിന്. ഒൻപതാമത്തെ ചോദ്യം ചോദിച്ചിട്ടുള്ളത്, പ്ലാറ്റോ വാസ് ഡിസൈപ്പിൾ ഓഫ്, പ്ലാറ്റോ ആരുടെ ശിഷ്യനായിരുന്നു എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം പ്ലാറ്റോ സോക്രട്ടീസിൻ്റെ ശിഷ്യനായിരുന്നു. ഓക്കെ, പ്ലാറ്റോ സോക്രട്ടീസിൻ്റെ ശിഷ്യനായിരുന്നു. ദെൻ അതിൻ്റെ ആൻസർ ഡി ആണ് വരുന്നത്, സോക്രട്ടീസ് എന്നുള്ളത്. പത്താമത്തെ ചോദ്യം വരുന്നത്, പ്ലാറ്റോ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് പ്ലാറ്റോ എന്ത് സംവിധാനമാണ് സ്ഥാപിച്ചത് എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്, എ ആണ് ആൻസർ വരുന്നത്, ദ അക്കാദമി. ഓക്കെ, 11ാമത്തെ ചോദ്യം വരുന്നത്, പ്ലാറ്റോ വാസ് എ പൊളിറ്റിക്കൽ തിങ്കർ, പൊളിറ്റിക്കൽ ഫിലോസഫർ എന്ന് കൊടുത്തിട്ടുണ്ട്, മാത്തമെറ്റീഷ്യൻ എന്ന് കൊടുത്തിട്ടുണ്ട്, ദി ഓൾ ഓഫ് ദി എബവ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പ്ലാറ്റോ ആരായിരുന്നു, പൊളിറ്റിക്കൽ തിങ്കർ ആയിരുന്നോ, പൊളിറ്റിക്കൽ ഫിലോസഫർ ആയിരുന്നോ, മാത്തമെറ്റീഷ്യൻ ആയിരുന്നോ, ഓൾ ദി എബവ്, അങ്ങനെ 3-4 ആൻസറുകൾ കൊടുത്തിട്ടുണ്ട്. ആൻസർ വരുന്നത് ഡി ആണ്, ഓൾ ദി എബവ് എന്നുള്ളതാണ്. ഓൾ ദി എബവ് എല്ലാം ആയിരുന്നു, അതായത് മാത്തമെറ്റീഷ്യൻ ആയിരുന്നു, പൊളിറ്റിക്കൽ ഫിലോസഫർ ആയിരുന്നു, പൊളിറ്റിക്കൽ തിങ്കറുമായിരുന്നു. 12ാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ഈസ് പ്ലാറ്റോസ് വർക്ക്, ഇതിൽ താഴെ കൊടുത്തിട്ടുള്ളതിൽ പ്ലാറ്റോയുടെ വർക്ക് ഏതാണെന്നുള്ളതാണ്. ഓക്കെ, സംശയമൊന്നുമില്ല, ദ റിപ്പബ്ലിക്കാണ് പ്ലാറ്റോയുടെ ഗ്രന്ഥം. ഓക്കെ, 12ാമത്തേന് ഉത്തരം സി ആണ് വരുന്നത്. 13ാമത്തെ ചോദ്യം, ഫോളോവിങ് ഈസ് എ ഫണ്ടമെൻ്റൽ ഐഡിയാസ് ഓഫ് പ്ലാറ്റോ, താഴെ പറയുന്നതിൽ പ്ലാറ്റോ മുന്നോട്ട് വെച്ചുള്ള ബേസിക് ഐഡിയ എന്താണെന്നുള്ളതാണ് 13ാമത്തെ ചോദ്യം. പ്ലാറ്റോ മുന്നോട്ട് വെച്ച ഒരുപാട് ആശയങ്ങൾ കൊടുത്തിട്ടുണ്ട്. തിയറി ഓഫ് എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ട്, ഐഡിയൽ മാൻ കൊടുത്തിട്ടുണ്ട്, തിയറി ഓഫ് ജസ്റ്റിസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആൻസർ വരുന്നത് ഓൾ ദി എബവ്, എല്ലാം പ്ലാറ്റോയുടെ ആശയങ്ങളാണെന്നുള്ളതാണ് പറയുന്നത്. 14ാമത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു പ്ലാറ്റോ ഫോളോവിങ് ആർ 3 elements ഇൻ മാൻ, ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട 3 elements എന്നുള്ളത് എന്താണെന്നുള്ളതാണ് പ്ലാറ്റോ പറയുന്നത്. അതിനെക്കുറിച്ചാണ് ചോദ്യം 14ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് എ ആണ്, റീസൺ, സ്പിരിറ്റ് ആൻഡ് അപ്പറ്റൈറ്റ്. ഓക്കെ, 15ാമത്തെ ചോദ്യം, ഈസ് ഇൻ പ്ലാറ്റോ സ്റ്റേറ്റ് ദ എലമെൻറ്റ് ഓഫ് റീസൺ ഈസ് പ്രസൻറ്റ് ഇൻ എ, അതിൻ്റെ ചോദ്യത്തിൻ്റെ ആൻസറുകളായിട്ട് ഫിലോസഫേഴ്സ് എന്നും, സോൾജിയേഴ്സ് എന്നും, വർക്കേഴ്സ് എന്നും, കോമൺ മാൻ എന്ന് പറയുന്നുണ്ട്.
ഓക്കെ. അപ്പോൾ അതിൽ 15ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഫിലോസഫേഴ്സ്. ഓക്കെ, ഒരു സ്റ്റേറ്റിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങളൊക്കെ നിലനിൽക്കുന്നത് ആരുടെ അടിസ്ഥാനത്തിലാണ്? ഫിലോസഫേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ. 16ാമത്തെ ചോദ്യം, ഇൻ പ്ലാറ്റോ സ്റ്റേറ്റ് ദ എലമെൻറ്റ് ഓഫ് സ്പിരിറ്റ് ഇസ് പ്രസൻസ് ഇൻ എ. 16ാമത്തെ ചോദ്യം, ഈ സ്പിരിറ്റ് എന്നുള്ള എലമെൻറ്റ്സ് അത് ആരിലാണ് ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, അതിന് ആൻസർ വരുന്നത് സോൾജിയേഴ്സ് എന്നുള്ളതാണ്. 16ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ബി ആണ് വരുന്നത്. ഇനി 17ാമത്തെ ചോദ്യം, ഇൻ പ്ലാറ്റോ സ്റ്റേറ്റ് ദ എലമെൻറ്റ് ഓഫ് അപ്പറ്റൈറ്റ് ഇൻ ഈസ് പ്രസൻറ്റ് ഇൻ. അത് അപ്പറ്റൈറ്റ് എന്നുള്ള എലമെൻറ്റ് ആരിലാണ് പ്രസൻറ്റ് ചെയ്തിരിക്കേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, അതിൻ്റെ ആൻസർ വരുന്നത് സി ആണ്, വർക്കേഴ്സ് എന്നുള്ളതാണ്. 18ാമത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു ദി ഫിലോസഫി ഓഫ് പ്ലാറ്റോ ദ ഫണ്ടമെൻ്റൽ ക്യാരക്ടർ ഓഫ് ഫിലോസഫർ ഈസ്. ഒരു ഫിലോസഫർക്ക് ഉണ്ടായിരിക്കേണ്ട ഫണ്ടമെൻ്റൽ ക്യാരക്ടർ എന്താണെന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ വരുന്നത് എ ആണ്. 18ാമത്തതിൻ്റെ വിസ്ഡമാണ് ഒരു ഫിലോസഫർക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ക്യാരക്ടർ എന്ന് പറയുന്നത്. 19ാമത്തെ ചോദ്യം, ദ ബേസിക് ക്യാരക്ടർ ഓഫ് സോൾജിയേഴ്സ് അക്കോർഡിംഗ് ടു പ്ലാറ്റോ. ഒരു ബേസിക് ക്യാരക്ടർ ഓഫ് സോൾജിയേഴ്സ് അക്കോർഡിംഗ് ടു പ്ലാറ്റോ ഈസ് വിസ്ഡം, കറേജ്, അപ്പറ്റൈറ്റ്, നൺ ഓഫ് ദിസ് എബവ് എന്ന് കൊടുത്തിട്ടുണ്ട്. 19ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ അവർക്ക് ധൈര്യം ഉണ്ടായിരിക്കണം എന്നാണ് സോൾജിയേഴ്സിന്. ഓക്കെ, ദ ഷുഡ് ഹാവ് കറേജ്. 19ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ബി ആണ്. 20ാമത്തെ ചോദ്യം, ഇൻ പ്ലാറ്റോ സ്റ്റേറ്റ് ദ ഇക്കണോമിക് മോട്ടീവ് ഈസ് സാറ്റിസ്ഫൈഡ് ബൈ. പ്ലാറ്റോയുടെ സ്റ്റേറ്റിൽ ഇക്കണോമിക് മോട്ടീവ് ഈസ് സാറ്റിസ്ഫൈഡ് ബൈ. 20ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഇക്കണോമിക് മോട്ടീവ് ആരാണ് നൽകിയിരിക്കേണ്ടത് എന്നുള്ളതാണ്. വർക്കേഴ്സാണ്. ഓക്കെ, തൊഴിലാളികളാണ്. 20ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വർക്കേഴ്സാണ്. 21ാമത്തെ ചോദ്യം വരുന്നത്, ഇൻ പ്ലാറ്റോ സ്റ്റേറ്റ് ദ ഗവൺമെൻറ് ഈസ് റൺ ബൈ. പ്ലാറ്റോയുടെ സ്റ്റേറ്റിൽ ഗവൺമെൻറ് റൺ ചെയ്യേണ്ടത് ആരാണെന്നുള്ളതാണ്. ഫിലോസഫേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്, സോൾജേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്, വർക്കേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. 21ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഫിലോസഫേഴ്സ് ആണ്. അവരാണ് എന്ത് ചെയ്യേണ്ടത്? ഗവൺമെൻറ്റിനെ റൺ ചെയ്യേണ്ടത്. 22ാമത്തെ ചോദ്യം കൊടുത്തിട്ടുള്ളത് പ്ലാറ്റോയുടെ പ്ലാറ്റോസ് ഫിലോസഫർ കിങ് ഈസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓപ്ഷൻസ് ആയിട്ട് എ ഫിലോസഫർ, എ കിങ്, എ ഫിലോസഫർ ഹൂ ലൈക്ക് എ കിങ്, എ കിങ് ഹൂ ഈസ് ലൈക്ക് എ ഫിലോസഫർ. അങ്ങനെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 22ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് എ ഫിലോസഫർ ഹൂ ഈസ് ലൈക്ക് എ കിങ്. ഓക്കെ, ഒരു കിങ്ങിനെ പോലെയുള്ള ഒരു ഫിലോസഫർ. എ ഫിലോസഫർ ഹൂ ഈസ് ലൈക്ക് എ കിങ്. അതിൻ്റെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ദെൻ 23ാമത്തെ ചോദ്യം, ദ മോസ്റ്റ് പ്രോമിനൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്ലാറ്റോ സ്റ്റേറ്റ്. പ്ലാറ്റോയുടെ സ്റ്റേറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളതാണ് 23ാമത്തെ ചോദ്യം വന്നിട്ടുള്ളത്. 23ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ, ദർ ഈസ് എ സ്പെഷ്യലൈസേഷൻ ഓഫ് ഫങ്ഷൻസ് എന്നുള്ളതാണ്. അതിൻ്റെ ഓപ്ഷൻ 23ൻ്റെ ഓപ്ഷൻ എ ആണ്. ഓക്കെ, 24ാമത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു പ്ലാറ്റോയുടെ അഭിപ്രായത്തിൽ ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏത് അഭിപ്രായമാണ് ശരി എന്നുള്ളതാണ്. ദ സ്റ്റേറ്റ് ഈസ് ജസ്റ്റിസ്, ലിബർട്ടി ആൻഡ് ഇക്വാളിറ്റി റിട്ട് ലാർജ് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ബി ഓപ്ഷൻ കൊടുത്തുള്ളത് സ്റ്റേറ്റ് ഈസ് സൊസൈറ്റി റിട്ട് ലാർജ്. സി ഓപ്ഷൻ കൊടുത്തുള്ളത് ദ സ്റ്റേറ്റ് ഈസ് ഫിലോസഫർ റിട്ട് ലാർജ്. ഡി ഓപ്ഷൻ കൊടുത്തുള്ളത് സ്റ്റേറ്റ് ഈസ് ഇൻഡിവിജ്വൽ റിട്ട് ലാർജ്. ഓക്കെ, 24ാമത്തെ ചോദ്യം ഈ ഒരു പ്ലാറ്റോയുടെ അഭിപ്രായത്തിൽ താഴെ പറയുന്ന അഭിപ്രായം ഏതാണ് ശരി എന്നുള്ളതാണ്. ഓക്കെ, അതിൽ ഡി ആണ് ഓപ്ഷനായിട്ട് വരുന്നത്. ഡി ഓപ്ഷൻ ഇൻഡിവിജ്വൽ റിട്ട് ലാർജ് എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ആൻസറായിട്ട് വരുന്നത്. 25ാമത്തെ ചോദ്യം, പ്ലാറ്റോ വാസ് ഫോർ. ഓക്കെ, പ്ലാറ്റോ എന്തിനു വേണ്ടിയിട്ടാണ് നിലകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ 25ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഈക്വൽ സ്റ്റാറ്റസ് ഫോർ മെൻ ആൻഡ് വുമൺ. അതിൻ്റെ ആൻസർ വരുന്നത് എ ആണ്. ഈക്വൽ സ്റ്റാറ്റസ് ഫോർ മെൻ ആൻഡ് വുമൺ എന്നുള്ള ആശയത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം നിലകൊണ്ടിരുന്നത് എന്നാണ് പറയുന്നത്. ദെൻ 26ാമത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു പ്ലാറ്റോ ദ ഒബ്ജക്റ്റീവ് ഓഫ് ദി സ്റ്റേറ്റ് ഈസ്. സ്റ്റേറ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. 26ാമത്തതിൻ്റെ ആൻസർ വരുന്നത് എ ഗുഡ് ലൈഫ് എന്നുള്ളതാണ്. അതായത് 1ാമത്തെ ഓപ്ഷൻ തന്നെയാണ് എ ഓപ്ഷൻ, എ ഗുഡ് ലൈഫ്. 27ാമത്തെ ചോദ്യം, പ്ലാറ്റോണിക് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ഈസ്. പ്ലാറ്റോയുടെ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ സിസ്റ്റം എന്താണെന്നുള്ളതാണ്. അതിന് സിസ്റ്റമാറ്റിക് ആൻഡ് പ്രോഗ്രസീവ് എന്നുള്ളതാണ് എ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. സിസ്റ്റമാറ്റിക് ബട്ട് നോട്ട് പ്രോഗ്രസീവ് എന്നുള്ളതാണ് ബി ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. പ്രോഗ്രസീവ് ബട്ട് നോ സിസ്റ്റമാറ്റിക് എന്നുള്ളതാണ് തേർഡ് ഓപ്ഷൻ സി കൊടുത്തിട്ടുള്ളത്. ഡി ഓപ്ഷൻ നെയ്തർ എ സിസ്റ്റമാറ്റിക് നോർ പ്രോഗ്രസീവ് എന്ന് കൊടുത്തിട്ടുണ്ട്. 27ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് എ സിസ്റ്റമാറ്റിക് ആൻഡ് പ്രോഗ്രസീവ്. അതിൻ്റെ ആൻസറും വരുന്നത് എ തന്നെയാണ്. ഓക്കെ, സിസ്റ്റമാറ്റിക് ആൻഡ് പ്രോഗ്രസീവ് എന്നുള്ളതാണ്. 28ാമത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു പ്ലാറ്റോണിക് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ഹയർ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട്സ് അറ്റ് ദി ഏജ് ഓഫ്
ഏത് വയസ്സിലാണ് ഹയർ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്ലാറ്റോയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഓക്കെ, 18 എന്ന് കൊടുത്തിട്ടുണ്ട്, 20 എന്ന് കൊടുത്തിട്ടുണ്ട്, 25 എന്ന് കൊടുത്തിട്ടുണ്ട്, 35 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 28ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് 20 ആണ്. ഓക്കെ, ആൻസർ വരുന്നത് B 20. ദെൻ 29ാമത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു പ്ലാറ്റോണിക് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ഫോർ ദി ഫിലോസഫർ കിങ്ങിനുള്ള എഡ്യൂക്കേഷൻ ഏത് വയസ്സിലാണ് കിട്ടേണ്ടത് എന്നുള്ളതാണ് 29ാമത്തെ ചോദ്യം വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫിലോസഫർ കിങ്ങിൻ്റെ എഡ്യൂക്കേഷൻ ലൈഫ് ലോങ് പ്രോസസ്സ് ആണെന്നാണ് പറയുന്നത്. ഓപ്ഷൻ വരുന്നത് C ആണ്, ലൈഫ് ലോങ് ആണ്. ഓക്കെ, ജീവിതത്തിലുടനീളം ഫിലോസഫർ കിങ് വിദ്യ അഭ്യസിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ള ആശയമാണ് പറയുന്നത്. 30ാമത്തെ ചോദ്യം വരുന്നത്, പ്ലാറ്റോസ് സിസ്റ്റം ഓഫ് കമ്മ്യൂണിസം ഇസ് മെൻറ്റ് ഓൺലി ഫോർ. പ്ലാറ്റോയുടെ സിസ്റ്റം ഓഫ് കമ്മ്യൂണിസം അവിടെ നിലനിൽക്കുന്നത് ആർക്ക് വേണ്ടി മാത്രമാണെന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഫിലോസഫേഴ്സ് ആൻഡ് സോൾജിയേഴ്സ് എന്നുള്ള ഒന്നാമത്തെ ഓപ്ഷൻ ഉണ്ട്, അതാണ് ആൻസർ വരുന്നത്. ഫിലോസഫേഴ്സിനും സോൾജിയേഴ്സിനുമാണ് പ്ലാറ്റോയുടെ കമ്മ്യൂണിസം എന്നുള്ള ആശയം ബാധകമാകുന്നത്. ഓക്കെ, ദെൻ 31ാമത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു പ്ലാറ്റോസ് കമ്മ്യൂണിസം, പ്ലാറ്റോയുടെ കമ്മ്യൂണിസത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓൺലി ദി അപ്പർ ക്ലാസ് ക്യാൻ ഹാവ് പ്രോപ്പർട്ടി, ഓൺലി ദ ലോവർ ക്ലാസ് ക്യാൻ ഹാവ് പ്രോപ്പർട്ടി, ബോത്ത് അപ്പർ ക്ലാസ് ആൻഡ് ലോവർ ക്ലാസ് ക്യാൻ ഹാവ് പ്രോപ്പർട്ടി, നെയ്തർ അപ്പർ ക്ലാസ് നോർ ലോവർ ക്ലാസ് ക്യാൻ ഹാവ് പ്രോപ്പർട്ടി. അങ്ങനെ 4 ഓപ്ഷൻസാണ് കൊടുത്തിട്ടുള്ളത്. 31ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓൺലി ലോവർ ക്ലാസ് ക്യാൻ ഹാവ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. ഓക്കെ, ലോവർ ക്ലാസ്സിന്, താഴ്ന്ന വിഭാഗത്തിന് മാത്രമേ എന്തുണ്ടാവാൻ പാടുള്ളൂ, പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അതാണ് ഓപ്ഷൻ B ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. 32ാമത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു പ്ലാറ്റോ ദ റീസൺ ഫോർ നോട്ട് ഗിവിംഗ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ടു ഓൾ ക്ലാസ്സസ് ഇസ് ബിക്കോസ്. അത് മറ്റുള്ള ക്ലാസ്സുകൾക്കൊന്നും പ്രൈവറ്റ് പ്രോപ്പർട്ടി അനുവദിച്ചു കൊടുക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത്. അതിൽ ആൻസർ വരുന്നത് 32ാമത്തെ ചോദ്യത്തിന് ബോത്ത് B and C എബോവ് എന്നുള്ളതാണ്. ഓക്കെ, 32ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് D ആണ്. D എന്ന് വെച്ചാൽ ഡി ഓപ്ഷൻ ബോത്ത് B and C എബോവ്. അതായത് അതിന് മുമ്പ് കൊടുത്തുള്ള പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ബിയും സിയും, അതായത് പ്രൈവറ്റ് പ്രോപ്പർട്ടി വിൽ ലീഡ് ടു പേഴ്സണൽ ആംബിഷൻസ്, ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ആംബിഷൻസിലേക്ക് അത് നയിക്കും. C കൊടുത്തുള്ളത് ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ പവർ ഇൻ ദി സെയിം ഹാൻഡ്സ് ഇസ് നോട്ട് ഫോർ ദി സ്റ്റേറ്റ്. ഒരു രാജ്യത്തിന് അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന് എക്കണോമിക് പവറും പൊളിറ്റിക്കൽ പവറും ഒരേ വിഭാഗത്തിൻ്റെ കയ്യിലെത്തുക എന്നുള്ളത് അത്ര നല്ലതല്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് ബിയും സിയും ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ അതിൻ്റെ ബിയും സിയും ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് D ആണ്. D ആണ് 32ൻ്റെ ആൻസർ വരുന്നത്. 33ാമത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു പ്ലാറ്റോ സ്കീം ഓഫ് എഡ്യൂക്കേഷൻ ഹയർ എഡ്യൂക്കേഷൻ കൺസിസ്റ്റ് ഓഫ് ദി സ്റ്റഡി ഓഫ്. ഹയർ എഡ്യൂക്കേഷൻ എന്നത് പ്ലാറ്റോയുടെ വിദ്യാഭ്യാസത്തിൽ അത് ഉൾക്കൊള്ളുന്നത് എന്തെല്ലാം കാര്യങ്ങളാണെന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഓക്കെ, 33ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ലോജിക്, മാത്തമാറ്റിക്സ്, ജിയോമെട്രി ആൻഡ് ആസ്ട്രോണമി. ഓക്കെ, ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ളതുകൊണ്ട് അതിൽ ഉൾക്കൊള്ളുന്നത് പ്രധാനമായിട്ട് ലോജിക്കാണ്, മാത്തമാറ്റിക്സ് ആണ്, ജിയോമെട്രി ആണ്, ആസ്ട്രോണമി ആണ്. ഓക്കെ, 33ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് B ഓപ്ഷൻ ആണ്. 34ാമത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു പ്ലാറ്റോ സ്കീം ഓഫ് എഡ്യൂക്കേഷൻ ജിംനാസ്റ്റിക് ഈസ് ഗുഡ് ഫോർ ദി. അതായത് ജിംനാസ്റ്റിക് അദ്ദേഹം നല്ലതായിട്ട് പരിഗണിക്കുന്നുണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ. ആ 34ാമത്തെ ചോദ്യം, ജിംനാസ്റ്റിക് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഓക്കെ, സിമ്പിളായിട്ട് പറയാൻ പറ്റുമല്ലോ ജിംനാസ്റ്റിക്. 34ൻ്റെ ഉത്തരം A ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ഫോർ ബോഡി. 35ാമത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു പ്ലാറ്റോണിക് സ്കീം ഓഫ് എഡ്യൂക്കേഷൻ മ്യൂസിക് ഈസ് ഗുഡ് ഫോർ. 35ാമത് അദ്ദേഹം മ്യൂസിക്കിനെ ഏറ്റവും നല്ലതായിട്ട് പരിഗണിക്കുന്നുണ്ട്, അത് എന്തിനാണെന്നുള്ളതാണ്. ഓക്കെ, അതിൻ്റെ ആൻസർ വരുന്നത് മ്യൂസിക് എന്നുള്ളത് ഗുഡ് ഫോർ സോൾ എന്നുള്ളതാണ്, ആത്മാവിന്. അതിൻ്റെ ആൻസർ വരുന്നത് B ആണ്. 36ാമത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു പ്ലാറ്റോ ജസ്റ്റിസ് അറ്റ് ദി ഇൻഡിവിജ്വൽ ലെവൽ മീൻസ്. 36ാമത്തെ ചോദ്യം, ജസ്റ്റിസ് അറ്റ് ദി ഇൻഡിവിജ്വൽ ലെവൽ, വ്യക്തിപരമായിട്ട് നീതി എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളതാണ് 36ാമത്തെ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ വരുന്നത് A ആണ്. A എന്ന് വരുന്നത് 36ാമത്തതിൻ്റെ സെലക്ടിങ് ദ ട്രൂ വെക്കേഷൻ ഇൻ ലൈഫ്, ഓരോരുത്തർക്കും ആപ്റ്റായിട്ടുള്ള വെക്കേഷൻ, തൊഴിൽ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇൻഡിവിജ്വൽ ജസ്റ്റിസ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം അർത്ഥമാക്കുന്നത്. 37ാമത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു പ്ലാറ്റോ ജസ്റ്റിസ് എന്ന നീതി എന്നതിനുള്ളത് എന്താണെന്നുള്ളതാണ് ചോദ്യം. ഓൺലി ഇൻഡിവിജ്വൽ ഡയമെൻഷൻ, ഓൺലി സൊസൈറ്റൽ ഡയമെൻഷൻ, ബോത്ത് ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റൽ ഡയമെൻഷൻസ്, നൺ ഓഫ് ദി എബോവ് എന്നുള്ളതാണ്. അതിൽ നീതി എന്നുള്ളതിന് എന്ത് ഡയമെൻഷനാണുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 37ാമത്തതിൻ്റെ ബോത്ത് സൊസൈറ്റൽ ആൻഡ് ഇൻഡിവിജ്വൽ ഡയമെൻഷൻ, വ്യക്തിപരമായിട്ടുണ്ട് അതോടൊപ്പം സൊസൈറ്റൽ ഡയമെൻഷനും ഉണ്ട്. ഓക്കെ, അതാണ് ഓപ്ഷൻ C ആണ് ആൻസർ വരുന്നത്. 37ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് C ആണ്. ഓക്കെ, ദെൻ 38ാമത്തെ ചോദ്യം വരുന്നത് പ്ലാറ്റോണിക് കൺസെപ്റ്റ് ഓഫ് ജസ്റ്റിസ്
അറ്റ് ദി സൊസൈറ്റൽ ലെവൽ മീൻസ് ഡിവിഷൻ ഓഫ് സൊസൈറ്റി ഇൻ ടു. അപ്പം പ്ലാറ്റോയുടെ സൊസൈറ്റൽ ലെവൽ ജസ്റ്റിസ് എന്നുള്ളത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളതാണ്, അതിൽ ആരൊക്കെയാണ് ഡിവിഷൻ അത് വിഭജിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത്. 38ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് എ ആണ്. ഫിലോസഫേഴ്സ്, സോൾജിയേഴ്സ് ആൻഡ് വർക്കേഴ്സ്. ഫിലോസഫേഴ്സ് ഉണ്ട്, സോൾജിയേഴ്സ് ഉണ്ട്, വർക്കേഴ്സും ഉണ്ട്. ഓക്കെ, 38 എ ഫിലോസഫേഴ്സ്, സോൾജിയേഴ്സ് ആൻഡ് വർക്കേഴ്സ് എന്നുള്ളതാണ് ആൻസർ വരുന്നത്. 39ാമത്തെ ചോദ്യം അക്കോർഡിംഗ് ടു പ്ലാറ്റോ ദ ഫോളോവിങ് ക്ലാസ് ഷുഡ് ലിവ് ഇൻ ബറാക്ക്. ഓക്കെ, അതായത് ബാക്കിയുള്ള ഇതിൽ താഴെ പറഞ്ഞ ക്ലാസ്സുകൾ ബറാക്കുകളിൽ താമസിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് വിഭാഗം എന്നുള്ളതാണ് 39ാമത്തെ ചോദ്യം വരുന്നത്. ഓക്കെ, അതിൽ ഫിലോസഫേഴ്സ് ആൻഡ് സോൾജിയേഴ്സ് എന്നുള്ളതാണ്. ഫിലോസഫേഴ്സ് ആൻഡ് സോൾജിയേഴ്സ്, ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ 40ാമത്തെ ചോദ്യം പ്ലാറ്റോസ് റിപ്പബ്ലിക് കണ്ടെയ്ൻസ് ഹിസ് ഐഡിയാസ് അബൌട്ട്. പ്ലാറ്റോയുടെ റിപ്പബ്ലിക് എന്നുള്ള ആശയം റിപ്പബ്ലിക് എന്നുള്ള പുസ്തകം എന്ത് ആശയങ്ങളാണ് ഉൾക്കൊള്ളുന്നത് എന്നുള്ളതാണ് 40ാമത്തെ ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ജസ്റ്റിസ്, തിയറി ഓഫ് സ്റ്റേറ്റ്, തിയറി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. നേരത്തെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓൾ ഓഫ് ദി അബോവ് ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. മേലെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. 41 ദ അക്കാദമി ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ അരിസ്റ്റോട്ടിൽ വാസ് കോൾഡ്. അരിസ്റ്റോട്ടിലിൻ്റെ അക്കാദമി അതിനെ വിളിക്കുന്ന പേരെന്തായിരുന്നു എന്നുള്ളതാണ് ചോദ്യം 41 വരുന്നത്. ഓക്കെ, അതിൻ്റെ പേര് ലൈസിയം എന്നായിരുന്നു. ഓക്കെ, ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. 42ാമത്തെ ചോദ്യം ഹു എമംഗ് ദി ഫോളോവിങ് സ്ട്രോങ്ലി സെഡ് ദാറ്റ് മാൻ ഈസ് എ പൊളിറ്റിക്കൽ ആനിമൽ. മാൻ ഈസ് എ പൊളിറ്റിക്കൽ ആനിമൽ, മനുഷ്യൻ ഒരു രാഷ്ട്രീയ ജീവിയാണെന്ന് ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ള വ്യക്തി ആരാണെന്നുള്ളതാണ് 42ാമത്തെ ചോദ്യം വരുന്നത്. ഓക്കെ, അതിൻ്റെ ആൻസർ വരുന്നത് അരിസ്റ്റോട്ടിലാണ്, ഓപ്ഷൻ സി ആണ് വരുന്നത്. 43ാമത്തെ ചോദ്യം അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ വെൻ ഫാമിലി കനോട്ട് മീറ്റ് ഓൾ മെൻസ് നീഡ് ഹി ഫോംഡ്. അതായത് അരിസ്റ്റോട്ടിലിൻ്റെ അഭിപ്രായത്തിൽ ഫാമിലി അവൻ്റെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാത്ത അവസരത്തിൽ അവരെ ഫോം ചെയ്യുന്നത് എന്താണെന്നുള്ളതാണ്. 43ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ദ വില്ലേജ്, അവിടെ ഗ്രാമങ്ങൾ എന്ത് ചെയ്യും, രൂപപ്പെടുമെന്നുള്ളതാണ് പറയുന്നത്. 44ാമത്തത് അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ ദ ഫോളോവിങ് ഹിസ് ദി ഹയസ്റ്റ് ഫോം ഓഫ് കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റിയുടെ ഹയസ്റ്റ് ഫോമായിട്ട് അറിയപ്പെടുന്നത് എന്താണെന്നുള്ളതാണ് അരിസ്റ്റോട്ടിലിൻ്റെ അഭിപ്രായത്തിൽ. 44ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള അതോറിറ്റി എന്ന് പറഞ്ഞാൽ അതെന്താണ്, ദ സ്റ്റേറ്റ് എന്നുള്ളതാണ്. ദ സ്റ്റേറ്റ് എന്നുള്ളതാണ് 44ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഡി ആണ്, ദ സ്റ്റേറ്റ്. 45 ഹൂ സെഡ് ദ സ്റ്റേറ്റ് കെയിം ഇൻ ടു ബീയിങ് ഫോർ ദി സേക്ക് ഓഫ് ഗുഡ് ലൈഫ് ആൻഡ് കണ്ടിന്യൂസ് ഫോർ ദി സേക്ക് ഓഫ് ഗുഡ് ലൈഫ്. അതായത് ഒരാളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്, ഇനിയുള്ള ഭാവി ജീവിതത്തിൽ നല്ലതുണ്ടാകാൻ വേണ്ടിയിട്ടാണ് എന്ത് നിലനിൽക്കുന്നത്, സ്റ്റേറ്റ് നിലനിൽക്കുന്നത് എന്നുള്ള അഭിപ്രായം ആരാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം 45. 45ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് അരിസ്റ്റോട്ടിലാണ്, ഓപ്ഷൻ സി ആണ് വരുന്നത്. 46ാമത്തെ ചോദ്യം ഹൂ സെഡ് വിത്തൗട്ട് ദി സ്റ്റേറ്റ് മാൻ കനോട്ട് റിയലൈസ് ഹിസ് ഡെസ്റ്റിനി. അതായത് മനുഷ്യന് സ്റ്റേറ്റ് എന്നുള്ള സംവിധാനം ഇല്ലാതായി കഴിഞ്ഞാൽ അവൻ്റെ ഡെസ്റ്റിനിയെ റിയലൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ആരാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. 46ാമത്തെ ചോദ്യം അതിൻ്റെ ആൻസർ വരുന്നത് അരിസ്റ്റോട്ടിലാണ്. ഓക്കെ, അരിസ്റ്റോട്ടിൽ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. 46ന്റെ ആൻസർ വരുന്നത് സി ആണ്. ദെൻ 47ാമത്തെ ചോദ്യം അക്കോർഡിംഗ് ടു ദി അരിസ്റ്റോട്ടിൽ ദ സ്റ്റേറ്റ് ഈസ്. അരിസ്റ്റോട്ടിൻ്റെ അഭിപ്രായത്തിൽ സ്റ്റേറ്റ് എന്നുള്ളത് എന്താണെന്നുള്ളതാണ്. അതിൽ ഓപ്ഷൻ പ്രൊഡക്റ്റ് ഓഫ് ദി സെൽഫിഷ്നെസ് ഓഫ് മാൻ, എ കൺവീനിയൻസ്, ഓർഗാനിക് ഇൻ നേച്ചർ, ഇൻഓർഗാനിക് ഇൻ നേച്ചർ എന്നുള്ള 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിന് ആൻസർ വരുന്നത് ഓർഗാനിക് ഇൻ നേച്ചർ എന്നുള്ളതാണ്. സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഓർഗാനിക് ഇൻ നേച്ചർ ആയിട്ടുള്ള സംവിധാനമാണെന്ന് പറയുന്നു അരിസ്റ്റോട്ടിൽ. ഓക്കെ, 48ാമത്തെ ചോദ്യം ഹൂ എമംഗ് ദി ഫോളോവിങ് ഫിലോസഫേഴ്സ് പ്രൊപ്പോസ്ഡ് ദി എവല്യൂഷണറി തിയറി ഓഫ് ദി സ്റ്റേറ്റ്. താഴെ പറയുന്നവരിൽ എവല്യൂഷണറി തിയറി ഓഫ് ദി സ്റ്റേറ്റ് എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ള വ്യക്തി ആരാണെന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഓക്കെ, ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കത് പൊളീബിയസ് ആണ് ആ ഒരു രീതിയിലുള്ള ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളത്, ഓപ്ഷൻ ഡി ആണ് പൊളീബിയസ്. 49 അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ ദ ഫംഗ്ഷൻ ഓഫ് ദി സ്റ്റേറ്റ് ഈസ്. അതായത് ഒരു സ്റ്റേറ്റിൻ്റെ അരിസ്റ്റോട്ടിൻ്റെ അഭിപ്രായത്തിൽ ഒരു സ്റ്റേറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളതാണ് 49ാമത്തെ ചോദ്യം വന്നിട്ടുള്ളത്. മോറൽ പെർഫെക്ഷൻ ഓഫ് ദി ഇൻഡിവിജ്വൽ എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ, സി ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഒരു സ്റ്റേറ്റിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ മോറൽ പെർഫെക്ഷൻ ഓഫ് ദി ഇൻഡിവിജ്വൽ എന്നുള്ളതാണ്. 50ാമത്തെ ചോദ്യം ഹൂ എമംഗ് ദി ഫോളോവിങ് ഫിലോസഫേഴ്സ് പ്രപ്പോസ്ഡ് ദ തിയറി ഓഫ് സ്ലേവറി. അടിമത്തം എന്നുള്ള സിദ്ധാന്തം, അത് ആ ഒരു തിയറി മുന്നോട്ട് വെച്ചിട്ടുള്ള വ്യക്തി ആരാണെന്നുള്ളതാണ് 50ാമത്തെ ചോദ്യം. 50ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് അരിസ്റ്റോട്ടിൽ തന്നെയാണ്. ഓക്കെ, 50ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ബി അരിസ്റ്റോട്ടിലാണ്. ദെൻ 51ാമത്തെ ചോദ്യം അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ ദ പർട്ടിക്കുലർ ക്വാളിറ്റി ഓഫ് മാസ്റ്റേഴ്സ് ഈസ്. മാസ്റ്റേഴ്സിൻ്റെ പർട്ടിക്കുലർ ക്വാളിറ്റി എന്താണെന്നുള്ളതാണ് 51ാമത്തെ ചോദ്യം. 51ാമത്തെ ചോദ്യം അതിൻ്റെ ആൻസർ വരുന്നത് ബി ആണ്, ദ ഇൻ്റലക്ച്വൽ സ്ട്രെങ്ത് എന്നുള്ളതാണ്. അവർക്ക് ഇൻ്റലക്ച്വൽ സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. 52ാമത്തെ ചോദ്യം ഇൻ എ മാസ്റ്റർ സ്ലേവ് റിലേഷൻഷിപ്പ് അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ ദ സ്ലേവ് ഈസ്. അതായത് ഈ മാസ്റ്റർ സ്ലേവ് റിലേഷൻഷിപ്പിൽ അവിടെ സ്ലേവ് എന്നുള്ളത് എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. 52ാമത്തെ ചോദ്യം. 52ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് 52ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത്
നമ്മുടെ ഓപ്ഷൻസ് ആയിട്ട് നോട്ട് അറ്റ് ഓൾ ബെനിഫിറ്റഡ്, ബി ബെനിഫിറ്റഡ്. ദെൻ സി ഓപ്ഷൻ കൊടുത്തുള്ളത് സെല്ലിങ് ഹിസ് വർക്ക് ടു ഹിസ് മാസ്റ്റേഴ്സ്. ഡി ഓപ്ഷൻ കൊടുത്തുള്ളത് നൺ ഓഫ് ദിസ് എബവ് എന്നുള്ളതാണ്. 52ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ബെനിഫിറ്റഡ്. ഓക്കെ, അരിസ്റ്റോട്ടിൽ സ്ലേവ് എന്ന് വെച്ചാൽ ബെനിഫിറ്റഡ് ആണ്, അവർക്ക് ബെനിഫിറ്റ് ആണ്, അതുകൊണ്ട് എന്നുള്ളതാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. 53ാമത്തെ ചോദ്യം അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ സ്ലേവറി ഇസ് ഗുഡ് ഫോർ ദി സ്ലേവ് ബിക്കോസ്. ഈ സ്ലേവറി എന്നുള്ളത് അടിമകളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ആശയമാണ്, അതെന്തുകൊണ്ടാണ് അരിസ്റ്റോട്ടിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് 53ാമത്തെ ചോദ്യം. ഓക്കെ, 53ാമത്തെ ചോദ്യത്തിന് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൻസർ വരുന്നത് ഡി ഓപ്ഷനാണ്. ഹി ഗെറ്റ്സ് വിർച്യു ഇൻ എ സെക്കൻഡ് ഹാൻഡ് മാനർ എന്നുള്ളതാണ്. ഓക്കെ, അവർക്ക് വിർച്യു കിട്ടുന്നു ഇൻ സെക്കൻഡ് ഹാൻഡ് മാനർ. ഓക്കെ, ആ രീതിയിൽ ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. 54ാമത്തെ ചോദ്യം അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ എ മാസ്റ്റർ ക്യാൻ യൂസ് ദ സ്ലേവ്. ഈ ഒരു മാസ്റ്റർക്ക് അവരുടെ അടിമകളെ ഏത് രീതിയിലെല്ലാം ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഓക്കെ, അതിൻ്റെ ആൻസർ 54ാമത്തെ ആൻസർ വരുന്നത് ഫോർ ലേഷർ എന്നുള്ളതാണ്, ഫോർ ലേഷർ. ഓക്കെ, ദെൻ അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. 55ാമത്തെ ചോദ്യം അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽസ് കോൺസ്റ്റിറ്റ്യൂഷൻ. അരിസ്റ്റോട്ടിൻ്റെ അഭിപ്രായത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ എന്താണെന്നുള്ളതാണ് 55ാമത്തെ ചോദ്യം. അപ്പോൾ 55ാമത്തെ ചോദ്യത്തിന് ആൻസർ വരുന്നത് ഓൾ ഓഫ് ദി എബവ് ആണ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളാണ്. അത് മേലെ 3 എ ബി സി കൊടുത്തിട്ടുണ്ട്, അതെല്ലാം കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ ആൻസർ വരുന്നത് ഓൾ ഓഫ് ദി എബവ് ആണ്. 56ാമത്തെ ചോദ്യം അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ ദ 3 നോർമൽ ഫോംസ് ഓഫ് ഗവൺമെൻറ്റ്സ് ആർ. 56ാമത്തെ ചോദ്യം അരിസ്റ്റോട്ടിൻ്റെ അഭിപ്രായത്തിൽ നോർമൽ ഫോം ഓഫ് ഗവൺമെൻറ് എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്ന 3 വ്യവസ്ഥിതികൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. 56ാമത്തെ ചോദ്യത്തിന് ആൻസർ വരുന്നത് കിങ്ഷിപ്പ്, ദെൻ അരിസ്റ്റോക്രസി ആൻഡ് ഡെമോക്രസി എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, കിങ്ഷിപ്പ്, അരിസ്റ്റോക്രസി ആൻഡ് ഡെമോക്രസി, ഓപ്ഷൻ വരുന്നത് ബി ആണ് ആൻസർ. ഇത് നമ്മുടെ MCQ ഇട്ടതിൽ തന്നെ ഒരു സംശയം വരുന്നത്, അതായത് സംശയം വന്നേക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് കിങ്ഷിപ്പ്, അരിസ്റ്റോക്രസി ആൻഡ് ഡെമോക്രസി. ഓക്കെ, അതാണ് യഥാർത്ഥത്തിൽ ഫോം ഓഫ് ഗവൺമെൻറ് ആയിട്ട് എന്ത് ചെയ്യുന്നത് അരിസ്റ്റോട്ടിൽ മുന്നോട്ട് വെക്കുന്നത്. 57ാമത്തെ ചോദ്യം അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ കിങ്ഷിപ്പ് മൈറ്റ് ഡീജനറേറ്റ് ഇൻ ടു. അതായത് 57ാമത്തെ ചോദ്യം കിങ്ഷിപ്പ് എന്നുള്ളത് എന്ത് ചെയ്തേക്കാം, മാറിപ്പോയേക്കാം, എന്തിലേക്കാണ് മാറുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഡീജനറേറ്റ് ചെയ്യുന്നത് എന്തിലേക്കായിരിക്കാം, ടിറണി, അതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഏകാധിപത്യത്തിലേക്ക് എന്ത് ചെയ്തേക്കാം, വ്യതിചലിച്ചേക്കാം. 58ാമത്തെ ചോദ്യം അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ഇസ് ദി ബെസ്റ്റ് ഫോം ഓഫ് ഗവൺമെൻറ്. താഴെ പറയുന്ന പോലെ ഏറ്റവും ബെസ്റ്റ് ഫോം ഓഫ് ഗവൺമെൻറ് എന്ന് അരിസ്റ്റോട്ടിൽ പറയുന്നത് എന്തിനെ കുറിച്ചാണെന്നുള്ളതാണ് 58ാമത്തെ ചോദ്യം. 58ാമത്തെ ചോദ്യത്തിന് ആൻസർ കിങ്ഷിപ്പ്. അദ്ദേഹം കിങ്ഷിപ്പിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭരണവ്യവസ്ഥയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. 59ാമത്തെ ചോദ്യം അക്കോർഡിംഗ് ടു ദി അരിസ്റ്റോട്ടിൽ ദ കോസസ് ഓഫ് റവല്യൂഷൻ ഈസ്. റവല്യൂഷൻ്റെ അതായത് വിപ്ലവം നടക്കാനുള്ള കാരണം എന്താണെന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത്. 59ാമത്തെ ചോദ്യം. അതിൻ്റെ ആൻസർ ജസ്റ്റ് ആൾ ഓഫ് ദി എബവ്, മേലെ പറഞ്ഞ എല്ലാ കാരണങ്ങളും എന്താണ് വിപ്ലവം നടക്കാനുള്ള റീസൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾ ഓഫ് ദി എബവ് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. 60ാമത്തെ ചോദ്യം അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ ദ ബെസ്റ്റ് മെത്തേഡ് ടു പ്രിവെൻറ്റ് റവല്യൂഷൻ ഈസ്. അതായത് ബെസ്റ്റ് മെത്തേഡ് ടു പ്രിവെൻറ്റ് റവല്യൂഷനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്താണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അതിൽ 60ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓൾ ഓഫ് ദി എബവ് എന്നുള്ളതാണ്. ഓക്കെ, അതിൻ്റെ ആൻസർ വരുന്നത് ഓൾ ഓഫ് ദി എബവ് ആണ്, ഡി ആണ് ഓപ്ഷൻ വരുന്നത്. 61ാമത്തെ ചോദ്യം ദ റോമൻ സ്പ്രെഡ് വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ഐഡിയാസ് ഇൻ യൂറോപ്പ്. യൂറോപ്പിൽ റോമൻസ് മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയം എന്താണെന്നുള്ളതാണ് 61ാമത്തെ ചോദ്യം. അതിൽ യൂണിവേഴ്സൽ ലോ, ജസ്റ്റ് നാച്ചുറൽ, ബ്രദർഹുഡ് ഓഫ് മാൻ ആൻഡ് വേൾഡ് സിറ്റിസൺഷിപ്പ്, ഓൾ ദി എബവ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ ഓൾ ദി എബവ് എന്നുള്ളതാണ് വീണ്ടും ആൻസർ വരുന്നത്. 61ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നതും ഓൾ ദി എബവ് ആണ്. ഓക്കെ, 62ാമത്തെ ചോദ്യം ഇൻ ആൻഷ്യൻ്റ് റോമിൽ ദ ലോ ആപ്ലിക്കബിൾ ടു ബോത്ത് ദ സിറ്റിസൺസ് ആൻഡ് ഫോറിനേഴ്സ് ഈസ് കോൾഡ്. 62ാമത്തെ ചോദ്യം ആൻഷ്യൻ്റ് റോമിൽ ലോ ആപ്ലിക്കബിൾ ടു ബോത്ത് സിറ്റിസൺ ആൻഡ് ഫോറിനേഴ്സ്, രണ്ട് വിഭാഗത്തിനും, അതായത് അവിടുത്തെ പൗരന്മാർക്കും അതോടൊപ്പം ഫോറിനേഴ്സിനും വിദേശികൾക്കൊക്കെ ബാധകമാകുന്ന നിയമത്തെ വിളിക്കുന്ന പേരെന്താണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, 62ാമത്തെ ആൻസർ വരുന്നത് ജസ്റ്റ് ജെൻഡിയം എന്നുള്ളതാണ്. ഓക്കെ, അതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, ജസ്റ്റ് ജെൻഡിയം 62 സി ഓപ്ഷനാണ് വരുന്നത്. 63ാമത്തെ ചോദ്യം വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ അബൌട്ട് റോമൻ ലോയെക്കുറിച്ച് താഴെ പറയുന്ന പോലെ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൺലി ജസ്റ്റ് ജെൻഡിയം, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൺലി ജസ്റ്റ് നാച്ചുറൽ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൺലി ജസ്റ്റ് സിവിൽ,
ഡി ഓപ്ഷൻ കൊടുത്തുള്ളത് ഇറ്റ് ഈസ് പ്രൊഡക്റ്റ് ഓഫ് ജസ്റ്റ് ജെൻഡിയം, ജസ്റ്റ് നാച്ചുറൽ ആൻഡ് ജസ്റ്റ് സിവിൽ. ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മൂന്നും കൂടിച്ചേർന്നതാണ് ഈ റോമൻ ലോ എന്ന് പറയുന്നത്. ഓക്കെ, 64ാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് റോമൻ ലോ. റോമൻ ലോയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് അറിയപ്പെടുന്നത് എന്താണെന്നുള്ളതാണ് 64ാമത്തെ ചോദ്യം. അപ്പോൾ അതിൻ്റെ 64ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് സെക്കുലറൈസേഷൻ ഓഫ് ലോ എന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, യൂണിവേഴ്സൽ നേച്ചർ ഓഫ് ലോ എന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഇൻഡിവിജ്വലിസ്റ്റ് സെൻട്രിക് ഓഫ് ലീഗൽ തോട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്, ഓൾ ഓഫ് ദി എബോവ് എന്ന് കൊടുത്തിട്ടുണ്ട്. 64ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറും വരുന്നത് ഓൾ ഓഫ് ദി എബോവ് എന്നുള്ള ഓപ്ഷൻ തന്നെയാണ്. 65ാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ഈസ് ദി ഓഥർ ഓഫ് ഹിസ്റ്ററീസ് വിച്ച് എക്സ്പ്ലെയിൻഡ് ഇൻ റോമൻ സക്സസ്. 65ാമത്തെ ചോദ്യം, അതിൻ്റെ ആൻസർ വരുന്നത് പൊളീബിയസ് ആണ്. ഓക്കെ, പൊളീബിയസ് ഹിസ്റ്ററീസ് എന്നുള്ള ഗ്രന്ഥം, ഓഥർ ഓഫ് ഹിസ്റ്ററീസ്, റോമൻ സക്സസിനെ കുറിച്ച് ഹിസ്റ്ററീസ് എന്നുള്ള ഗ്രന്ഥം രചിച്ചിട്ടുള്ളത് ആരാണെന്നുള്ളതാണ്? പൊളീബിയസ് ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. 65. ഓക്കെ, ദെൻ 66ാമത്തെ ചോദ്യം, ദ കൺസെൻസ് ഓഫ് ദി റോമൻ സൊസൈറ്റി റെപ്രസെൻറ്റഡ് ദി എലമെൻറ്റ്സ് ഓഫ്. ഓക്കെ, ദ കൺസെൻസ് ഓഫ് ദി റോമൻ സൊസൈറ്റി റെപ്രസെൻറ്റഡ് ദി എലമെൻറ്റ്സ് ഓഫ്. 66ാമത്തെ ചോദ്യം, അതിൽ റോമൻ സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട എലമെൻറ്റ്സ് അടങ്ങിയിട്ടുള്ളത് എന്താണെന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത്. അതിൻ്റെ ആൻസർ 66ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് 66ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് മൊണാർക്കി എന്നുള്ളതാണ്. മൊണാർക്കിയാണ് ഈ റോമൻ കൺസൾട്ട്സ് ഓഫ് ദി റോമൻ സൊസൈറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, മൊണാർക്കി. ദെൻ 67ാമത്തെ ചോദ്യം, ഇൻ ദി ആൻഷ്യൻറ്റ് റോമൻ സൊസൈറ്റി ദ ഫിനാൻഷ്യൽ ആൻഡ് ജുഡീഷ്യൽ പവേഴ്സ് ആർ വെസ്റ്റഡ് വിത്ത്. അതായത് ആൻഷ്യൻറ്റ് റോമൻ സൊസൈറ്റിയിൽ ഫിനാൻഷ്യൽ ജുഡീഷ്യൽ പവേഴ്സ് ആരുടെ അധികാരത്തിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെ ആൻസർ വരുന്നത് 67ാമത്തതിൻ്റെ ആൻസർ വരുന്നത് ദ സെനറ്റ് എന്നുള്ളതാണ്. അവിടെ സെനറ്റ് എന്നുള്ള സംവിധാനം ഉണ്ടായിരുന്നു, അവർക്കായിരുന്നു അതിനുള്ള അധികാരം ഉണ്ടായിരുന്നത്. 67ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ സെനറ്റ് എന്നുള്ളതാണ്. ഇനി 68ാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ഈസ് ദി ഫേമസ് വർക്ക് ബൈ സിസേറോ. സിസേറോയുടെ പ്രധാനപ്പെട്ട വർക്ക് ഏതാണെന്നുള്ളതാണ് ചോദ്യം. 68ാമത്തെ ചോദ്യം. ഓക്കെ, അപ്പോൾ അതിൻ്റെ സിസേറോയുടെ വർക്ക് ഡി റിപ്പബ്ലിക്ക എന്നുള്ളതാണ്. ഡി റിപ്പബ്ലിക്ക. ദെൻ 69ാമത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു ദി സിസേറോ വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ഈസ് ദി ബെസ്റ്റ് ഫോം ഓഫ് ഗവൺമെൻറ്. സിസേറോയുടെ അഭിപ്രായത്തിൽ ബെസ്റ്റ് ഫോം ഓഫ് ഗവൺമെൻറ് ആയിട്ട് അറിയപ്പെടുന്നത് എന്താണെന്നുള്ളതാണ് സിസേറോയുടെ അഭിപ്രായത്തിൽ എന്താണെന്നുള്ളതാണ് ചോദ്യം. എ മൊണാർക്കി, ബി അരിസ്റ്റോക്രസി, സി ഡെമോക്രസി, ഡി എ മിക്സ് ഓഫ് മൊണാർക്കി, അരിസ്റ്റോക്രസി ആൻഡ് ഡെമോക്രസി എന്നുള്ളതാണ്. 69ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഡി ആണ്. എ മിക്സ് ഓഫ് മൊണാർക്കി, അരിസ്റ്റോക്രസി ആൻഡ് ഡെമോക്രസി ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. 70ാമത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു സിസേറോയുടെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ലോ ഈസ് ഡിവൈൻ ഇൻ നേച്ചർ, ബി ലോ ഈസ് സബ്മിഷൻ ടു ദി വിൽ ഓഫ് ഗോഡ്, ലോ ഈസ് മൈൻഡ് ഓഫ് ഗോഡ് ആൻഡ് ഓൾ ഓഫ് ദി എബോവ് എന്നുള്ളതാണ്. 70ാമത്തെ ചോദ്യം, അതിൻ്റെ ഓപ്ഷൻ ഓൾ ഓഫ് ദി എബോവ് എന്നുള്ളതാണ്. ആൻസർ വരുന്നത് ഡി ആണ്. 71, ദ ഹിന്ദു പൊളിറ്റിക്കൽ തോട്ട് മീൻസ്. ഹിന്ദു പൊളിറ്റിക്കൽ തോട്ട് എന്നുള്ളത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളതാണ് 71ാമത്തെ ചോദ്യം വന്നിട്ടുള്ളത്. 71ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. പൊളിറ്റിക്കൽ തോട്ട് ഒറിജിനേറ്റഡ് ഇൻ ഇന്ത്യൻ കോണ്ടിനെൻറ്റിൽ ഉത്ഭവിച്ചിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ തോട്ട് എന്നുള്ള ആശയമാണ് ഇവിടെ 71ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ഹിന്ദു പൊളിറ്റിക്കൽ തോട്ട് എന്ന് വെച്ചാൽ ഹിന്ദു റിലീജിയനുമായി ബന്ധപ്പെട്ടല്ല, പകരം പൊളിറ്റിക്കൽ തോട്ട് വിച്ച് ഒറിജിനേറ്റഡ് ഇൻ ഇന്ത്യൻ കോണ്ടിനെൻറ്റ്, ഇന്ത്യയുടെ ഉപഭൂഖണ്ഡത്തിൽ ഉത്ഭവിച്ചിട്ടുള്ള പൊളിറ്റിക്കൽ തോട്ട് എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ദെൻ 72ാമത്തെ ചോദ്യം, ധർമ്മ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് 72ാമത്തെ ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ധർമ്മ എന്ന് പറഞ്ഞാൽ ഇവിടെ വിർച്വസ് പാത്ത് എന്ന് കൊടുത്തിട്ടുണ്ട്, ഹയർ ട്രൂത്ത് എന്ന് കൊടുത്തിട്ടുണ്ട്, ദ റൈറ്റ് ഡ്യൂട്ടി ഓഫ് പേഴ്സൺ എന്ന് കൊടുത്തിട്ടുണ്ട്, ഓൾ ഓഫ് ദി എബോവ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 72ാമത്തിൻ്റെ ആൻസർ വരുന്നത് ഓൾ ഓഫ് ദി എബോവ് ആണ്. മേൽ പറഞ്ഞ എല്ലാം ധർമ്മ എന്നുള്ളതിൻ്റെ മീനിങ് ആയിട്ട് വരുന്നതാണ്. 73ാമത്തെ ചോദ്യം, ദ കൺസെപ്റ്റ് ഓഫ് ധർമ്മ വാസ് ഫോളോഡ് ബൈ. ഈ ധർമ്മ എന്നുള്ള ആശയം ഫോളോ ചെയ്തിരിക്കുന്നവർ ആരാണെന്നുള്ളതാണ്. എ ബുദ്ധിസം, ബി ജൈനിസം, സി ഹിന്ദുയിസം ആൻഡ് ഓൾ ഓഫ് ദി എബോവ്. 73ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓൾ ഓഫ് ദി എബോവ് ആണ്. മേൽ പറഞ്ഞിട്ടുള്ള 3 റിലീജിയനും ഈ ഒരു ധർമ്മ എന്നുള്ള ആശയത്തെ ഫോളോ ചെയ്യുന്നവരാണ്. ദെൻ 74, നെയിം ഓഫ് ദി പൊളിറ്റിക്കൽ തിങ്കർ ഹൂ വാസ് ദി പ്രൈം മിനിസ്റ്റർ ഓഫ് മൗര്യ എംപയർ. മൗര്യ സാമ്രാജ്യത്തിൽ ഭരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന പൊളിറ്റിക്കൽ തിങ്കർ ആരായിരുന്നു എന്നുള്ളതാണ് 74ാമത്തെ ചോദ്യം വന്നിട്ടുള്ളത്. 74ാമത്തെ ചോദ്യം, കൗടില്യ, ചാണക്യ, വിഷ്ണുഗുപ്ത, അവരുടെ അപ്പോൾ ഈ 3 പേരുകൾ ഒരാൾ തന്നെ സൂചിപ്പിക്കുന്നതാണ്. ഓൾ ഓഫ് ദി എബോവ് ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. 75ാമത്തെ ചോദ്യം, ദ ഫേമസ് വർക്ക് ബൈ കൗടില്യ. കൗടില്യൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വർക്ക് ഏതാണെന്നുള്ളതാണ് 75ാമത്തെ ചോദ്യം. വേറെ സംശയങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല, അർത്ഥശാസ്ത്രമാണ് അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്ക്. ദെൻ 76ാമത്തേത്, അർത്ഥശാസ്ത്ര എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് 76ാമത്തെ ചോദ്യം. അർത്ഥശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്?
ഓക്കെ, അതിൻ്റെ അർത്ഥശാസ്ത്രം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ്, അതിൻ്റെ ഓപ്ഷൻ കൊടുത്തുള്ളത് എ ആണ്. സയൻസ് ഓഫ് പൊളിറ്റിക്കൽ ഇക്കോണമി. ഓക്കെ, പൊളിറ്റിക്സിനെ കുറിച്ചും എക്കണോമിക്സിനെ കുറിച്ചും പറയുന്ന ഒരു സയൻസാണ്, അർത്ഥശാസ്ത്രം എന്നുള്ള രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. എ ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. 77ാമത്തെ ചോദ്യം, രാജശ്രീ ഓർ കിങ് ഓഫ് കൗഡില്യ. കൗഡില്യൻ്റെ അഭിപ്രായത്തിൽ രാജശ്രീ അല്ലെങ്കിൽ കിങ് എന്താണെന്നുള്ളതാണ്. ഓക്കെ, അതിൻ്റെ ആൻസർ വരുന്നത് എ അൻ ഓട്ടോക്രാറ്റ് എന്ന് പറയുന്നുണ്ട്, ബി എ ഡെമോക്രാറ്റ് എന്ന് പറയുന്നുണ്ട്, സി അൻ ഒലിഗാർക്ക് എന്ന് പറയുന്നുണ്ട്, ഡി നൺ ഓഫ് ദി അബവ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 77ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓട്ടോക്രാറ്റ്, ഏകാധിപതി എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം പ്രസന്റ് ചെയ്യുന്നത് ഭരണാധികാരിയെ. ദെൻ 78ാമത്തത് ദ സയൻസ് ഓഫ് ലോ ആൻഡ് പണിഷ്മെൻറ്റ് അക്കോർഡിംഗ് ടു ഹിന്ദു പൊളിറ്റിക്കൽ തോട്ട് ഈസ് കോൾഡ്. അന്നത്തെ ഈ സയൻസ് ഓഫ് ലോ ആൻഡ് പണിഷ്മെൻറ്റ്, നിയമത്തെക്കുറിച്ചും പണിഷ്മെൻറ്റ് ശിക്ഷാരീതികളൊക്കെ പറഞ്ഞ ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ടിൽ അല്ലെങ്കിൽ ഹിന്ദു പൊളിറ്റിക്കൽ തോട്ടിലെ ആശയത്തെ എന്താ പറയുന്നത് എന്നുള്ളതാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. ഓക്കെ, അതിന് 78ാമത്തതിൽ എ ഓപ്ഷനും ബി ഓപ്ഷനും സി ഓപ്ഷൻ ഡി ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ 78ൻ്റെ ആൻസർ വരുന്നത് ദണ്ഡനീതി എന്നുള്ളതാണ്. ഓക്കെ, ദണ്ഡനീതി, അതായത് സയൻസ് ഓഫ് ലോ ആൻഡ് പണിഷ്മെൻറ്റ്, സമൂഹത്തിൽ ക്രമസമാധാനം നിലനിർത്തുക എന്നുള്ളതുമായി ബന്ധപ്പെട്ട ആശയം എന്താണെന്നുള്ളതാണ്, ദണ്ഡനീതി എന്നുള്ളതാണ് ഉത്തരം വരുന്നത്, ഓപ്ഷൻ ഡി. 79ാമത്തെ ചോദ്യം ഇതേപോലെ ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങളിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ആശയമാണ് മത്സ്യന്യായ എന്നുള്ളതാണ്. അത് ആൻഷ്യൻ്റ് ഹിന്ദു പൊളിറ്റിക്കൽ തോട്ടിൽ ഈ ഒരു വേർഡിൻ്റെ അർത്ഥം എന്താണെന്നുള്ളതാണ്, മത്സ്യന്യായ എന്നുള്ള വേർഡ്സിൻ്റെ അർത്ഥം എന്താണെന്നുള്ളതാണ് ചോദ്യം. 79ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് സി ഓപ്ഷനാണ്. ഇൻ ദി ആബ്സെൻസ് ഓഫ് ദി റൂളർ ദ സ്ട്രോങ് വിൽ ഡിസ്ട്രോയ് ദ വീക്ക് എന്നുള്ളതാണ്. അതായത് അവിടെ ഒരു ഭരണാധികാരി ഇല്ലെങ്കിൽ എപ്പോഴും സ്ട്രോങ് ആയിട്ടുള്ള ആളെന്ത് ചെയ്യും, വീക്ക് ആയിട്ടുള്ള ആളെ ഡിസ്ട്രോയ് ചെയ്യുമെന്നുള്ളതാണ് പറയുന്നത്. 79ാമത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ദെൻ 80ാമത്തെ ചോദ്യം, ഇൻ ദി ആൻഷ്യൻ്റ് ഹിന്ദു പൊളിറ്റിക്കൽ തോട്ട് ദ കൺസെപ്റ്റ് ക്ലോസ് ടു സോവറിനിറ്റി ഈസ് കോൾഡ്. അതായത് പരമാധികാരവുമായി ബന്ധപ്പെട്ട ആശയം എന്താണെന്നുള്ളതാണ് ഹിന്ദു പൊളിറ്റിക്കൽ തോട്ടിൽ. അത് ഇവിടെ എന്താണ് ഓപ്ഷൻസിൽ കൊടുത്തതിൽ ഏറ്റവും അനുയോജ്യമായത് ഏതാണെന്നുള്ളതാണ്. അതിൽ എ ഓപ്ഷൻ ധർമ്മ എന്നും, ബി രാജധർമ്മ എന്നുള്ളതും, സി രാജത്വ എന്നുള്ളതും, ഡി നൺ ഓഫ് ദി അബവ് എന്ന് പറയുന്നുണ്ട്. 80ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം രാജത്വ എന്നുള്ളതാണ്. അതാണ് ഹിന്ദു പൊളിറ്റിക്കൽ തോട്ടിൽ സോവറിനിറ്റി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. 81ാമത്തെ ചോദ്യം, ദ കൗഡില്യാസ് കോൺസെപ്റ്റ് ദാറ്റ് ദി സ്റ്റേറ്റ് കൺസിസ്റ്റ് ഓഫ് 7 എലമെൻറ്റ്സ് ഇസ് കോൾഡ്. അതായത് 7 എലമെൻറ്റ്സ് ഉള്ള സ്റ്റേറ്റ് സംവിധാനത്തെ കൗഡില്യ എന്താണ് വിളിക്കുന്നത് എന്നുള്ളതാണ്. ഓപ്ഷൻ ഓപ്ഷൻ എ ആണ്, സപ്താംഗ തിയറി എന്നുള്ളതാണ് അതിൻ്റെ ഓപ്ഷനായിട്ട് വരുന്നത്. 81ൻ്റെ ഉത്തരം വരുന്നത് എ ആണ്, സപ്താംഗ തിയറി. 82ാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദി 7 എലമെൻറ്റ്സ് ഓഫ് ദി സ്റ്റേറ്റ് അക്കോർഡിംഗ് ടു കൗഡില്യ. കൗഡില്യൻ്റെ അഭിപ്രായത്തിൽ 7 എലമെൻറ്റ്സിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ ആൻസർ വരുന്നത് 82ൻ്റെ ആൻസർ വരുന്നത് ഡി ദ എനിമി എന്നുള്ളതാണ്. ഓക്കെ, ബാക്കിയുള്ള അല്ല, ഡി ദ എനിമി എന്നുള്ളതാണ്. ബാക്കിയുള്ള മൂന്നും എന്ത് ചെയ്യുന്നുണ്ട്, കൗഡില്യൻ്റെ സപ്താംഗ തിയറിയിലെ 7 എലമെൻറ്റ്സിൽ വരുന്നതാണ്. അവിടെ ശത്രു എന്നുള്ളൊരു ആശയം എന്ത് ചെയ്യുന്നില്ല, നിലനിൽക്കുന്നില്ല. 83ാമത്തെ ചോദ്യം വരുന്നത് മിഡീവൽ പീരിയഡ് റഫ്ലി മീൻസ്, മിഡീവൽ പീരിയഡ് എന്നുള്ളത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മിഡീവൽ പീരിയഡ് എന്നുള്ളത് എന്ത് അർത്ഥമാക്കുന്നു എന്നുള്ളത് ചോദിക്കുമ്പോൾ മിഡീവൽ പീരിയഡിൻ്റെ പ്രത്യേകതയാണ് എഴുതേണ്ടത്. അതാണ് ഓപ്ഷൻസിൽ 83ാമത്തെ ചോദ്യത്തിൻ്റെ ഓപ്ഷൻസിൽ വരുന്ന ബി ഓപ്ഷനാണ്. അതായത് 5th സെഞ്ച്വറിക്കും AD 15th സെഞ്ച്വറിക്കും ഇടയിലുള്ള കാലഘട്ടത്തെയാണ് മിഡീവൽ പീരിയഡ് എന്ന് എന്ത് ചെയ്യുന്നത്, ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. മിഡീവൽ പീരിയഡ് എന്ന് വെച്ചാൽ 5th സെഞ്ച്വറിക്കും AD 15th സെഞ്ച്വറിക്കും ഇടയിലുള്ള കാലഘട്ടം. ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. 84ാമത്തെ ചോദ്യം, മിഡീവൽ പീരിയഡ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ. മിഡീവൽ പീരിയഡ് എന്നുള്ളത് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഓപ്ഷൻ സെക്കുലറിസം, ഇൻഫ്ലുവൻസ് ഓഫ് ക്രിസ്ത്യാനിറ്റി, ഇൻഫ്ലുവൻസ് ഓഫ് മൊണാർക്കി, നൺ ഓഫ് ദി അബോവ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൽ 84ാമത്തതിൻ്റെ ആൻസർ വരുന്നത് ഇൻഫ്ലുവൻസ് ഓഫ് ക്രിസ്ത്യാനിറ്റി. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ക്രിസ്ത്യാനിറ്റിയുടെ ഉയർച്ചയാണ് മിഡീവൽ പീരിയഡിലെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പരിഗണിക്കുന്നത്. ദെൻ 85ാമത്തെ ചോദ്യം, ദ പൊളിറ്റിക്കൽ ഫിലോസഫി ഓഫ് തോമസ് അക്വിനാസ് കൺസിസ്റ്റ് ഓഫ്. തോമസ് അക്വിനാസിൻ്റെ പൊളിറ്റിക്കൽ ഫിലോസഫി അതിൽ കൂടുതൽ ഉൾക്കൊണ്ടിട്ടുള്ളത് എന്താണെന്നുള്ളതാണ് 85ാമത്തെ ചോദ്യം. അതിൻ്റെ ആൻസർ അരിസ്റ്റോട്ടലിനിസം, ദെൻ സ്കോളാസ്റ്റിസിസം, സി യൂണിവേഴ്സാലിസം, ഡി ഓൾ ഓഫ് ദി എബോവ് എന്നുള്ളതാണ്. 85ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓൾ ഓഫ് ദി എബോവ് ആണ്. മേൽ പറഞ്ഞ എല്ലാ ആശയങ്ങളും തോമസ് അക്വിനാസിൻ്റെ ആശയങ്ങളായിട്ട് വരുന്നതാണ്. 86ാമത്തെ ചോദ്യം, മിഡീവൽ സ്കോളാസ്റ്റിസിസം ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഇറ്റ്സ് പൊസിഷൻ ദാറ്റ്. അതായത് സ്കോളാസ്റ്റിസിസം എന്നുള്ള ആശയത്തിൻ്റെ സവിശേഷത എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ 86ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് സി
എന്നുള്ള ഓപ്ഷനാണ് ബോത്ത് എ ആൻഡ് ബി. അതായത് ബോത്ത് എ ആൻഡ് ബി ആണ്. അതായത് ചർച്ച് ഈസ് ഇൻഫെയിലബിൾ ആൻഡ് അൺക്വസ്റ്റ്യനബിൾ എന്നുള്ളതും ബി ഫെയ്ത്ത് ആൻഡ് റീസൺ ഷുഡ് ബി ബാലൻസ്ഡ് എന്നുള്ളതുമാണ്. അപ്പോൾ എയും ബിയും എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്. അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. 86ാമത്തെ ചോദ്യത്തിന് ആൻസർ സി ആണ്. ബോത്ത് എ ആൻഡ് ബി എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം വരുന്നത്. 87ാമത്തെ ചോദ്യം വരുന്നത് മിഡീവൽ സ്കോളാസ്റ്റിസിസം ഹി ഹെൽഡ് ദാറ്റ്. ഈ ഒരു മിഡീവൽ സ്കോളാസ്റ്റിസിസം എന്നുള്ളത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതാണ് അവിടെ പറയുന്നത്. 87 ദ സയൻസ്, അതിൻ്റെ ആൻസർ വരുന്നത് എ ആണ്. ദ സയൻസ് ഷുഡ് ബി ഇൻ ദി ട്യൂൺ വിത്ത് ദി തിയോളജി. സയൻസും തിയോളജിയും കൂടി ഒരുമിച്ച് ചേർത്തിട്ടുള്ള ഒരു സംവിധാനം എന്നുള്ള രീതിയിലാണ് മിഡീവൽ സ്കോളാസ്റ്റിസിസം നിലനിൽക്കുന്നത്. ദെൻ 88ാമത്തെ ചോദ്യം ദ ക്രിസ്ത്യൻ കോൺസെപ്റ്റ് ഓഫ് യൂണിവേഴ്സാലിസം ഹെൽഡ് ദാറ്റ്. അതായത് ക്രിസ്ത്യൻ കോൺസെപ്റ്റ് ഓഫ് യൂണിവേഴ്സാലിസം എന്നുള്ളത് കൊണ്ട് എന്തർത്ഥമാക്കുന്നു എന്നുള്ളതാണ് 88ാമത്തെ ചോദ്യം. അതിൽ ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓപ്ഷൻ സി ഓൾ ഹ്യൂമൻ സോൾ വിൽ ബി സേവ്ഡ് എന്നുള്ളതാണ്. ഓരോ ആത്മാവിനും അതായത് അവർക്ക് സുരക്ഷിതത്വം ലഭിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സാലിസം, ക്രിസ്ത്യൻ കോൺസെപ്റ്റ് ഓഫ് യൂണിവേഴ്സാലിസം എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ അവരെ കൂടി ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ദെൻ 89 അക്കോർഡിംഗ് ടു തോമസ് അക്വിനാസ് വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ഇസ് ദി ഹയസ്റ്റ് ഹ്യൂമൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. തോമസ് അക്വിനാസിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഹ്യൂമൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ് 89ാമത്തെ ചോദ്യം. അതിൽ അദ്ദേഹം പറയുന്നത് ചർച്ചാണെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ബി ആണ് ഓപ്ഷൻ വരുന്നത്. 90ാമത്തെ ചോദ്യം അക്കോർഡിംഗ് ടു അക്വിനാസ് വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ഇസ് നോട്ട് എ കൈൻഡ് ഓഫ് ലോ. അതായത് അക്വിനാസിൻ്റെ അഭിപ്രായത്തിൽ താഴെ പറയുന്ന വ്യത്യസ്ത നിയമങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ എന്താണ് ഒരു അടിസ്ഥാന നിയമമല്ലാത്തത് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. 90ാമത്തെ ചോദ്യത്തിന് ആൻസർ വരുന്നത് ഇത് ചർച്ച് ലോ എന്നുള്ളതാണ്. അത് ഒരിക്കലും അക്വിനാസിൻ്റെ നിയമങ്ങളുടെ ക്ലാസിഫിക്കേഷനിൽ വരുന്നില്ല. ദെൻ 91ാമത്തെ ചോദ്യം അക്കോർഡിംഗ് ടു അക്വിനാസ് വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ഈസ് ദി മൈൻഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ആത്മാവ് എന്നുള്ള രീതിയിലൊക്കെ അറിയപ്പെടുന്നത് താഴെ പറയുന്നവരിൽ ഏതാണെന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത്. 91ൻ്റെ ഉത്തരം എറ്റേണൽ ലോ എന്നുള്ളതാണ്. എറ്റേണൽ ലോ ആണ് മൈൻഡ് ഓഫ് ഗോഡ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അക്കോർഡിംഗ് ടു അക്വിനാസ് 92ാമത്തെ ചോദ്യം അക്കോർഡിംഗ് ടു അക്വിനാസ് വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ഇസ് ദി റിഫ്ലക്ഷൻ ഓഫ് ദി ഡിവൈൻ ലോ. ഡിവൈൻ ലോയുടെ റിഫ്ലക്ഷൻ ആയിട്ട് വരുന്നത് എന്താണെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഡിവൈൻ ലോയുടെ 92ൻ്റെ ആൻസർ വരുന്നത് ഇറ്റ് ഇസ് നാച്ചുറൽ ലോ. നാച്ചുറൽ ലോ എന്നുള്ളത് ഡിവൈൻ ലോയുടെ പ്രധാനപ്പെട്ട ഒരു റിഫ്ലക്ഷൻ ആണെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. 92. 93ാമത്തെ ചോദ്യം അക്കോർഡിംഗ് ടു അക്വിനാസ് ദ റവലേഷൻ ഓഫ് ഗോഡ് ത്രൂ സെയിൻസ് ഇസ് കോൾഡ്. അതായത് സെയിൻറ്റുകളിലൂടെ ഈ റവലേഷൻ സംഭവിക്കുക എന്നുള്ള ആശയം അതുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹം ഉപയോഗിച്ചുള്ള ടേം എന്താണെന്നുള്ളതാണ് 93 അത് ഡിവൈൻ ലോ എന്നുള്ളതാണ് റവലേഷനുമായി ബന്ധപ്പെട്ടുള്ളത്. ഓക്കെ, ദെൻ 94 അക്കോർഡിംഗ് ടു അക്വിനാസ് വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ലോ ഈസ് പബ്ലിഷ്ഡ്. അക്കോർഡിംഗ് ടു അക്വിനാസ് വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ലോ ഈസ് പബ്ലിഷ്ഡ്. അതായത് 94ാമത്തെ ചോദ്യം പബ്ലിഷ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യന്മാർ സ്വയം നിർമ്മിച്ചെടുത്ത നിയമങ്ങൾ വിളിക്കുന്ന പേരെന്താണെന്നുള്ളതാണ്. അതിനെ വിളിക്കുന്ന പേരാണ് ഹ്യൂമൻ ലോ എന്ന് പറയുന്നത്. മനുഷ്യന്മാർ സ്വന്തം പബ്ലിഷ് ചെയ്തെടുത്തിട്ടുള്ള നിയമങ്ങൾ. 95ാമത്തെ ചോദ്യം വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ട്രഡീഷണൽ അപ്രോച്ചസിൽ ഉൾപ്പെടുത്താത്തത് ഏതാണെന്നുള്ളതാണ് ഈ 95ാമത്തെ ചോദ്യം. അപ്പോൾ ലീഗൽ അപ്രോച്ചും ഹിസ്റ്റോറിക്കൽ അപ്രോച്ചും ഫിലോസഫിക്കൽ അപ്രോച്ചൊക്കെ ട്രഡീഷണൽ അപ്രോച്ചിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ആൻസർ വരുന്നത് ഡി ആണ്, ബിഹേവിയറൽ അപ്രോച്ച്. അത് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ട്രഡീഷണൽ അപ്രോച്ചിൽ ഉൾപ്പെടുത്തുന്നില്ല. 96ാമത്തെ ചോദ്യം വെൻ ഡിഡ് ദി പോസ്റ്റ് ബിഹേവിയറലിസ്റ്റ് അപ്രോച്ച് എമർജ്ഡ്. അതായത് ഈ ഒരു പോസ്റ്റ് ബിഹേവിയറലിസം എന്നുള്ള അപ്രോച്ച് എമർജ് ചെയ്തിട്ടുള്ളത് ഏത് സമയത്താണെന്നുള്ളതാണ് 96ാമത്തെ ചോദ്യം വന്നിട്ടുള്ളത്. 96ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് മിഡ് 60s എന്നുള്ളതാണ്. അതായത് 1960കളിലാണ് ഈ ഒരു പോസ്റ്റ് ബിഹേവിയറൽ അപ്രോച്ച് എന്നുള്ളത് വന്നിട്ടുള്ളത്. ബി ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. 97ാമത്തെ ചോദ്യം വരുന്നത് ഹു എമംഗ് ദി ഫോളോവിങ്സ് അഡ്വക്കേറ്റഡ് പോസ്റ്റ് ബിഹേവിയറൽ അപ്രോച്ച് ഫോർ ദി ഫസ്റ്റ് ടൈം. ആദ്യമായിട്ട് പോസ്റ്റ് ബിഹേവിയറൽ അപ്രോച്ച് എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ള വ്യക്തി ആരാണെന്നുള്ളതാണ്. അതിൻ്റെ ഓപ്ഷൻ വരുന്നത് ഡേവിഡ് ഈസ്റ്റൺ ആണ്. ബി ഡേവിഡ് ഈസ്റ്റൺ എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. 98ാമത്തെ ചോദ്യം ക്രെഡ് ഓഫ് റെലവൻസ്. ഈ ക്രെഡ് ഓഫ് റെലവൻസ് എന്നുള്ളത് ഏതുമായി ബന്ധപ്പെട്ടതാണെന്നുള്ളതാണ് 98ാമത്തെ ചോദ്യം കൊടുത്തിട്ടുള്ളത്. ഈ ക്രെഡ് ഓഫ് റെലവൻസ് എന്ന് പറയുന്നത് മോഡേണിസം ആണോ, ബിഹേവിയറലിസം ആണോ, പോസ്റ്റ് ബിഹേവിയറലിസം ആണോ, റാഷണലിസം ആണോ, അതുമായി ബന്ധപ്പെട്ടത് ഏതാണെന്നുള്ളതാണ്. ഓക്കെ, പോസ്റ്റ് ബിഹേവിയറലിസത്തിൻ്റെ അടിസ്ഥാന സവിശേഷതകളാണ് ക്രെഡ് ഓഫ് റെലവൻസ് എന്ന് പറയുന്നത്. ഓക്കെ, 99ാമത്തെ ചോദ്യം ട്രഡീഷണൽ അപ്രോച്ച് ഈസ് ഗിവ് സ്ട്രെസ് ഓൺ. ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത് അത് കൂടുതൽ സ്ട്രെസ് കൊടുക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ട്രഡീഷണൽ അപ്രോച്ചിൻ്റെ പ്രധാനപ്പെട്ട സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് 99ാമത്തെ ചോദ്യം. വാല്യൂസ് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ആണ്. വാല്യൂസിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് നിലനിൽക്കുന്നത്, ട്രഡീഷണൽ അപ്രോച്ച് നിലനിൽക്കുന്നത്. 100ാമത്തെ ചോദ്യം
Those people who did not accept the authority of the Vedas and Brahmins is collectively called. അത് വേദങ്ങളുടെയും ബ്രാഹ്മണരുടെയും അതോറിറ്റിയെ അക്സെപ്റ്റ് ചെയ്യാത്ത ജനങ്ങളെ വിളിക്കുന്ന പേരെന്താണെന്നുള്ളതാണ് 100ാമത്തെ ചോദ്യം വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ബ്രാഹ്മണ ആധിപത്യത്തെ എതിർത്തിരുന്ന വിഭാഗത്തെ നമ്മൾ ശ്രാമണാസ് എന്ന് വിളിച്ചിരുന്നു. അതാണ് അതിൻ്റെ ആൻസർ വരുന്നത്, ഓപ്ഷൻ ബി. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. നമ്മുടെ ജസ്റ്റ് പാഠഭാഗങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ 100 ക്വസ്റ്റ്യൻസിനെയും കറക്റ്റായിട്ട് ആൻസർ കണ്ടെത്താൻ പറ്റും. ഓക്കെ, താങ്ക് യു.